നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ആ വാർത്ത കേട്ടപ്പോൾ ആ വാർത്തയിൽ കുറച്ച് സത്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. വാർത്ത മറ്റൊന്നുമല്ല, ശ്രീമതി ടീച്ചറിൻ്റെ പത്രസമ്മേളനമാണ്. രാഷ്ട്രീയമായി നമുക്ക് CPM-നെ എതിർക്കാം, CPM-നോട് ശത്രുതയാവാം, CPI എതിർക്കാം, ഇഷ്ടമുള്ള പാർട്ടിയെ നമുക്ക് എതിർക്കാം. ഇപ്പോൾ BJP എന്ന പാർട്ടിയെ എല്ലാവരും കൂടി എതിർക്കുന്നുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി പേരുണ്ടാക്കി അവർ വന്ന് എതിർക്കുന്നു. ആർക്കും എതിർക്കാം. രാഷ്ട്രീയത്തിൽ എതിർപ്പ് വിഷയമേ അല്ല. രാഷ്ട്രീയമായ കാര്യങ്ങളെ എതിർത്തുകൊണ്ട് വീഡിയോ ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. ഭാഷ മാന്യമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അശ്ലീലമാകരുത്. എന്നാൽ ശ്രീമതി ടീച്ചർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ ആരുമല്ല, ഞാൻ രാഷ്ട്രീയക്കാരനുമല്ല, എനിക്കതുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. പക്ഷേ അവരൊരു സ്ത്രീയാണ്. അവർക്ക് മക്കളുണ്ട്, ചെറുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. അവർക്കെതിരെ ഒരു വാർത്ത വരും. മാത്രമല്ല, അവർ അഖില ഇന്ത്യ മഹിളാ അസോസിയേഷൻ്റെ, ആൾ ഇന്ത്യ ഡെമോക്രാറ്റിക് മഹിളാ അസോസിയേഷൻ്റെ, ആൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ്റെ വലിയ നേതാവുമാണ്. ദേശീയ തലത്തിലെ വലിയ നേതാവാണ്. ഇപ്പോഴും പാർട്ടിയുടെ CPM എന്ന് പറയുന്നൊരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതെല്ലാറ്റിലുപരി മുൻ ആരോഗ്യമന്ത്രിയാണ്. വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ, തർക്കങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യം സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിനെ കൊണ്ടുപോയ ഒരു മന്ത്രിയുമായിരുന്നു. അവർക്കെതിരെയാണ് വാർത്ത. PK കൃഷ്ണൻ എന്ന് പറയുന്ന കുന്നംകുളത്തെ ഒരു പഴയ MLA-യുടെ ഭാര്യ ആയി അഭിനയിച്ചുകൊണ്ട് ഇവർ പൈസ മേടിക്കുന്നു, പെൻഷൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു വാർത്ത. അപ്പോൾ ഈ PK ശ്രീമതി എന്ന് പറയുന്നത് PK കൃഷ്ണൻ്റെ ആരാണ്? സഹോദരിയാണോ? അതിലും PK അടക്കണ്ടെന്ന് ചോദിച്ചു. ഭാര്യയാണോ? ഇനി അങ്ങനെ ഭാര്യയാണെങ്കിൽ ആ ശ്രീമതിയും ഭാര്യയാണെങ്കിൽ ആ ശ്രീമതിയാണോ ഈ ശ്രീമതി? ഇവർക്കല്ലെങ്കിൽ MLA എന്നുള്ള നിലയിൽ, മുൻ മന്ത്രി എന്നുള്ള പെൻഷൻ ഉണ്ട്. ഇവർ ടീച്ചറാണ്. അവർ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലുമൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ്. അവർ ടീച്ചറല്ല എന്ന് തെറ്റിദ്ധരിച്ച് ഒരുപാട് ട്രോളുകൾ കേരളത്തിൽ വന്ന് ഇത് അല്ല എന്ന്. പക്ഷെ അവർ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഹസ്ബൻഡ് ടീച്ചറാണ്. അവരുടെ കുടുംബത്തിൽ ഒരുപാട് പേര് അധ്യാപന വൃത്തിയുള്ളവരാണ്, അധ്യാപന വൃത്തി ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള അവരെക്കുറിച്ച് ഒരു വാർത്ത ചെയ്യുമ്പോൾ മിനിമം വിവരാവകാശം വഴി ഒരു വിവരം കിട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, വിവരാവകാശം വഴി ഒരു ചാനലിനോ യൂട്യൂബിനോ ഒരു വിവരം കിട്ടി, ഞങ്ങൾക്കിത് കിട്ടിയിരിക്കുന്നു, ഒരു വാർത്ത കൊടുത്തു, അത്ര തന്നെ. വാർത്ത കൊടുത്തതിന് ശേഷമെങ്കിലും വിവരാവകാശം വഴി ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയിരിക്കുന്നു എന്ന് വാർത്ത, അതൊരു ഇൻഫർമേഷൻ എന്നുള്ള നിലയിൽ വാർത്ത കൊടുക്കാം. കൊടുത്തതിന് ശേഷം വീണ്ടും തുടർച്ചയായി ആ വാർത്ത ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശ്രീമതി ടീച്ചറിനെ ഒരു പ്രാവശ്യം വിളിക്കേണ്ടതുണ്ട്. ടീച്ചറെ, ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്, വിവരാവകാശം വഴി കിട്ടിയതാണ്, അത് പരസ്യമായ ഡോക്യുമെൻ്റ് ആണല്ലോ, ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അപ്പോൾ അവർ ഉരുളുകയാണെങ്കിൽ മനസ്സിലാവും വാസ്തവമുണ്ട്. അവർ തരികിട കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് വാസ്തവമുണ്ട്, നമുക്ക് വാർത്ത നന്നായി അടിക്കാം. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് നമ്മൾ കൊടുക്കാതിരുന്നാൽ, അവരുടെ ഈ വാർത്ത ചാനലുകളിൽ വന്നു, യൂട്യൂബ് ചാനലുകളിൽ വന്നു, ഒരു പത്രത്തിലും വന്നു, കണ്ണൂരിലുള്ള ഒരു സായാഹ്ന പത്രത്തിലും വന്നു. ഇങ്ങനെ വാർത്തകൾ വന്നാൽ അവർക്കുണ്ടാകുന്ന മാനഹാനിക്ക് പുറമെ അവരുടെ മക്കൾ, ചെറുമക്കൾ, കുട്ടിമക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ, പാർട്ടി പ്രവർത്തകർ, ഇവരെല്ലാം ഇവരെ തെറ്റിദ്ധരിക്കില്ലേ? അങ്ങനെ ഇന്നിപ്പോൾ അവർ പത്രസമ്മേളനത്തിൽ വന്ന് വിതുമ്പി കരഞ്ഞ് സങ്കടപ്പെട്ട് വർത്തമാനം പറഞ്ഞു. പക്ഷെ അത് കാണാത്തവർ എന്താ ധരിക്കുക? ശ്രീമതി ടീച്ചർ എന്ന് പറഞ്ഞാൽ ഉഡായിപ്പായിരുന്നു. മോശമല്ലേ? അവർ 10-50 വർഷമായി രാഷ്ട്രീയ രംഗത്തില്ലേ? 60-67 വയസ്സായില്ലേ? 10-17 വയസ്സ് മുതലേ അവർ SFIയുടെ കാലം മുതലേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ലേ? നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കാം, മറ്റുള്ളവരെ ഉപദ്രവിക്കാം, അവരുടെ സ്വകാര്യ ജീവിതമൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പറയാം, പൊതുപ്രവർത്തകരുടെ സ്വകാര്യ ജീവിതമൊക്കെ നമുക്ക് പറയാം. പക്ഷെ പറയുമ്പോൾ അതിൽ ഫാക്ച്വൽ എറർ ഉണ്ടാവാൻ പാടില്ല, കള്ളത്തരം പറയാൻ പാടില്ല. ഫാക്ച്വൽ എററും കള്ളത്തരം ഇല്ലാതെ പൊടുപ്പും തൊങ്ങലും വെച്ച് നമുക്ക് പറയാം. ചാനൽ ഓടുന്നതിന് വേണ്ടി, യൂട്യൂബ് ഓടുന്നതിന് വേണ്ടി, റീച്ച് ആവുന്നതിന് വേണ്ടി തമ്പടിക്കും ചിലപ്പോൾ നമ്മൾ.
ഞാനുമൊക്കെ തമ്പടിക്കാറുണ്ട്. തമ്പ് കണ്ടാത്തൊന്നും ഇത് ഹിമാലയം താഴോട്ട് വരുമെന്ന് ഒരു കാര്യമില്ല. അകത്ത് കയറി നോക്കുമ്പോൾ വേറെ കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അത് ചാനൽ ഒക്കെ നിലനിൽക്കാൻ വേണ്ടി പലരും പലതും ചെയ്യും. പക്ഷെ അകത്ത് ശ്രീമതി ടീച്ചറിനെ പോലെയുള്ള വളരെ പ്രമുഖയായിട്ടുള്ള ഒരാളിന്, സാധാരണ ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ വീണ്ടും നമുക്ക് അവരെ നമ്മൾ അടിച്ചു എന്ന് പറയാം. ഇത് ഇവരെ വിളിച്ചാൽ കിട്ടും, ഫോൺ നമ്പറുണ്ട്, കൃത്യമായിട്ട് അവരെ ഇൻ്റർവ്യൂ എടുക്കാം. ഇങ്ങനൊരു വാർത്ത വന്നു, എന്താണ് എൻ്റെ നിജസ്ഥിതി എന്ന് അവരോടൊരു വാക്ക് ചോദിക്കാം. അല്ലാതെ ചെയ്യുന്നത് മറ്റൊരു പുരുഷൻ്റെ ഭാര്യയായി അവർ രേഖകളുണ്ടാക്കി പെൻഷൻ വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ശകലം ഓക്കേർഡ്നെസ് അതിനകത്ത് തോന്നുന്നു. അവർ നിഷേധിക്കുക കൂടെ ചെയ്തപ്പോൾ അത് കുറച്ചുകൂടി ഇരട്ടി ദുഃഖമായി. ഇനി അവർ നിഷേധിക്കാതിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. പക്ഷെ അവർ നിഷേധിച്ചു, ശക്തമായി നിഷേധിച്ച സാഹചര്യത്തിൽ ഇത് കൊടുത്ത ചാനലുകൾക്ക് ഇത് തെളിയിക്കാനൊരു ബാധ്യതയില്ലേ? ഞങ്ങൾ പറഞ്ഞത് മിസ്റ്റേക്കായിപ്പോയി, അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയണ്ടേ? എന്തായാലും വളരെ വലിയ ഒരു വ്യക്തിഹത്യയാണ് നടക്കുന്നത്. സ്ത്രീ എന്ന് പോലും പരിഗണിക്കാതെ. അപ്പോൾ ചോദിക്കും, സ്ത്രീകൾക്ക് കൊമ്പുണ്ടോ? ചെറിയ കൊമ്പുണ്ട്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അപമാനിതരായാൽ സമൂഹം അവരെ കാണുന്നത് വളരെ മോശമായിട്ടാണ്. പുരുഷൻ അപമാനിതനായാൽ അത്ര വലിയ പ്രശ്നമില്ല, പുരുഷൻ കയറി വരും. പക്ഷെ സ്ത്രീക്ക് ഒരു അപമാനത്തിൽ നിന്ന് കയറി വരാൻ വലിയ പാടാണ്. സമൂഹം എല്ലാ കാലവും സ്ത്രീയെ, അപമാനിക്കപ്പെടുന്ന സ്ത്രീയെ, ഇരയാക്കപ്പെടുന്ന സ്ത്രീയെ, അതിജീവിതമാരാവുന്ന സ്ത്രീകളെ അവൾ പിഴച്ചവളാണ്, തെറ്റ് ചെയ്തവളാണെന്ന് തന്നെയായിരിക്കും എല്ലാ കാലവും സമൂഹം വലുത്. അഗ്നിശുദ്ധി വരുത്തി വന്നാൽ പോലും, സീത അഗ്നിശുദ്ധി വരുത്തി വന്നിട്ട്, രാമായണ മാസത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്, അഗ്നിശുദ്ധി വരുത്തി വന്ന സീതയെ സ്വീകരിക്കാൻ പോലും രാജ്യത്തെ ജനങ്ങൾ രാമനെ സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ പ്രശ്നമാണ്. സ്ത്രീകൾക്ക് മാനഹാനി ഉണ്ടായാൽ, മനോവിഷമുണ്ടായാൽ അത് വലിയ പാപമാണ്, മോശമാണ്. അതുകൊണ്ട് ചാനലുകളായാലും പത്രങ്ങളായാലും യൂട്യൂബ് ചാനലുകളും ഒരു വട്ടം ഇത്തരം കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം.